ഫിഫ വേൾഡ് കപ്പിന് നാളെ തുടക്കം. മെക്സിക്കോ സിറ്റിയിലെ ആസ്ടെക് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. ഫുട്ബോൾ ആവേശത്തിലാണ് കേരളവും. കോഴിക്കോട് നൈനാൻ വളപ്പിൽ നിന്ന് അഞ്ജന സുകുമാരനാണ് നമുക്കിപ്പം ചേരുന്നത്. അഞ്ജന, ഗുഡ് മോർണിംഗ്. നൈനാൻ വളപ്പിലെ ഫുട്ബോൾ കളിയുടെ ആവേശം നമുക്ക് ആരും എടുത്തു പറഞ്ഞു തരേണ്ട കാര്യമില്ല. എന്താണ് അവിടെയുള്ള ആവേശം എന്ന് വളരെ കൃത്യമായി നമുക്ക് പ്രേക്ഷകരോടും പങ്കുവെച്ചു കൊടുക്കാം. അതെ മോദി, ചിലപ്പോൾ കോഴിക്കോട് ജില്ലയിൽ ഒരുപക്ഷെ സംസ്ഥാനത്ത് തന്നെ ഈ ഫുട്ബോൾ ആവേശത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത് അതിവിടെ നൈനാൻ വളപ്പിലായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം അത്രത്തോളമാണ് ഇവിടുത്തെ ആളുകളുടെ നെഞ്ചിൽ ഈ പറഞ്ഞ പോലെ കാൽപന്ത് കളിയെ അവർ നെഞ്ചേറ്റിയിട്ടുള്ളത്. ചെറിയ കുട്ടി മുതൽ വലിയ ആളുകൾ വരെ അത്തരത്തിലാണെന്നുള്ളതാണ്. അവർ അത്രത്തോളം എക്സൈറ്റഡ് ആണ് ഈ ലോകകപ്പ് കാണാൻ വേണ്ടിയിട്ടല്ലേ. എങ്ങനെയുണ്ട് നിങ്ങളുടെയൊക്കെ ഒരു ആവേശം? നല്ല ആവേശം. ഇവിടെ ഫുള്ള് കട്ടൗട്ട് ആണല്ലോ. എല്ലാവരും നല്ല ആവേശത്തിലപ്പോൾ ഇവിടെ ഞങ്ങളൊരു ജോഗ് മ്യൂസിക്കാണ് സംഭവം. അതായത് നമുക്ക് ഇവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഞങ്ങളെ ഗ്രൂപ്പിന്റെ പേര് ജോഗ് മ്യൂസിക്കാണ്. അത് നമ്മൾ പാട്ടുമുണ്ട്, നമ്മൾ കളിയുണ്ട്, ഒപ്പം കളി എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതിന്റെ മെയിൻ ആണ്. ഫുട്ബോൾ ദിനമൊക്കെ ഉണ്ടല്ലോ നിങ്ങൾക്ക്? അതെ അതെ, ഫുട്ബോൾ ദിനം ഉണ്ടല്ലോ. കഴിഞ്ഞ മെയ് 25-ന് ലോക ഫുട്ബോൾ ദിനമായിട്ട് നമ്മളൊക്കെ പരിപാടിയൊക്കെ ഇവിടെ ആഘോഷം നടന്നിരുന്നു. ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. ഇവിടെ എല്ലാ മീഡിയകളുണ്ടായിരുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ കളി ഇന്ന് കിക്ക് ഓഫാണ്, 12:30-ക്കാണ് കളി. അതിൻ്റെ ആവേശത്തിലും ഉന്മേഷത്തിലും ഇനി ഫ്ലക്സ് അടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. 4-നപ്പോൾ അടിക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഒരു തയ്യാറെടുപ്പിലാണ് നിൽക്കുന്നത്. പിന്നെ കപ്പ് എന്തായാലും നമ്മളെ അർജന്റീന എന്നെ കൊണ്ടുപോകുള്ളൂ, അതൊരു മാറ്റൂല. ബെറ്റൊക്കെ വെച്ചിട്ടുണ്ടോ ആര് ജയിക്കുന്നുള്ളത്? ബെറ്റ് വെക്കാൻ തുടങ്ങുന്നുള്ളൂ ഇനി. സ്വന്തം ടീം ജയിക്കണം തന്നെയായിരിക്കുമല്ലോ ആഗ്രഹം അല്ലേ? ജേഴ്സി ഒക്കെ ഇട്ടിരിക്കേണ്ട അർജന്റീന പോർച്ചുഗൽ ജയിക്കണം. പോർച്ചുഗലിന്റെ വലിയൊരു കട്ടൗട്ട് അവിടെ ഉണ്ട്. പോർച്ചുഗൽ ജയിക്കണം, അവരുടെ ലാസ്റ്റ് ചാൻസ് ആണ് റൊണാൾഡോന്റെ. അതിലെ കൊണ്ടേക്കോട്ടെ. സാധാരണ കളിച്ച് ജയിക്കണം. അയാൾ പോകുമ്പോ ആ ട്രോഫി ആയിട്ട് പോട്ടെ എന്നാണ് പ്രാർത്ഥന. ഫൈനലിൽ എത്തും തീർച്ചയായിട്ടും. അർജന്റീന സെമിയിൽ തന്നെ എത്താൻ ചാൻസ് കുറവാണ്. ഏതായാലും ഇവര് വലിയ വാക്കുതർക്കങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട്. ചിലപ്പോൾ ഈ 48 ടീമിനും വലിയ ഫാൻസ് ഉള്ളത് ഈ നൈനാൻ വളപ്പിലായിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് എല്ലാ ടീമിന്റെയും കൊടികളൊക്കെ ഇവിടെ കെട്ടിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? അടിപൊളി. ഇനി ഫുട്ബോൾ രാവുകളാണ് വരാൻ പോണത്. ഉറക്കില്ലാത്ത രാവുകൾ. എല്ലാ ടീമും ഒന്നിനൊന്ന് മെച്ച. അടിക്കാത്ത ടീം കപ്പടിക്കണം. പുതിയ ലോക ചാമ്പ്യന്മാർ വരട്ടെ. ആതിഥേയരായ ആൾക്കാർ കപ്പടിക്കട്ടെ അല്ലേ? ആതിഥേയരായ കപ്പടിക്കട്ടെ. അതൊക്കെ കാനഡ, മെക്സിക്കോ, അതേമാതിരി അമേരിക്ക. ആദ്യ മത്സരം എങ്ങനെയാ കാണുന്നത്? സ്ക്രീനൊക്കെ റെഡിയാക്കിയിട്ടുണ്ടോ ആദ്യ മത്സരം കാണാൻ? ഇവിടെ കുറ്റിച്ചിറയുണ്ട്, നൈനാമ്പളപ്പിലുണ്ട്, പുതിയ പാലുണ്ട്. കോഴിക്കോട് മൊത്തം ഫുട്ബോളിന്റെ ആവേശത്തിലാ. ലോകം ആഘോഷിക്കുമ്പോൾ കോഴിക്കോട് അതിന് മുന്നിലുണ്ടാവും. നൈനാമ്പളപ്പാണ് നമ്പർ 1. നൈനാമ്പളപ്പ് എന്നും ഇവിടെ കോഴിക്കോടിലെ നമ്പർ 1. ഈ അർജന്റീന ഫാൻസ് ആണോ കൂടുതൽ? കാരണം മെസ്സിയുടെ വലിയൊരു കട്ടൗട്ട് ഉണ്ട്. വലിയ അർജന്റീന ഫാൻസ് ഇവിടെ വലിയൊരു കട്ടൗട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനോട് എത്താൻ പറ്റിയില്ലെങ്കിലും തൊട്ടപ്പുറത്ത് പോർച്ചുഗലിന്റെ ഒരു കട്ടൗട്ടാണ് വെച്ചിരിക്കുന്നത്. താങ്കളാണോ ആ കട്ടൗട്ട് അവിടെ വെച്ചത്? ഞാൻ തന്നെ വെച്ചത്. ഇങ്ങോട്ട് തിരിയട്ടെ, അത് തിരിഞ്ഞിട്ടല്ലേ സംസാരം. ഇവിടെ ആരെന്ത് വെച്ചിട്ട് കാര്യമില്ല. ഇനിയിപ്പോ അർജന്റീനക്കാരല്ല, ബ്രസീലല്ല, ആരെന്ത് വെച്ചിട്ട് കാര്യമില്ല. ഇപ്രാവശ്യം കപ്പ് നമ്മളെ അടിക്കുള്ളൂ, പോർച്ചുഗലെ അടിക്കുള്ളൂ. റൊണാൾഡോക്ക് ഒരു കപ്പ്. അതിനിപ്പോ ആരെന്തെന്നെ പറഞ്ഞിട്ടും കാര്യമില്ല. ഇനി മെസ്സി അല്ല, നെയ്മർ അല്ല, ആരെന്ത് ചെയ്തിട്ടും എന്ത് കാട്ടിക്കൂട്ടിട്ട് കാര്യമില്ല. ഇപ്രാവശ്യം പോർച്ചുഗൽ അത് പൊന്തന്നെ ചെയ്യൂ. ഇങ്ങനത്തെ ഇതിനൊക്കെ മറുപടി കൊടുക്കാൻ നിന്ന് അതിനെ നേരം ഉണ്ടാവുള്ളൂ. തന്നെ നോക്കിങ്ങള് ചാമ്പ്യൻസ് നമ്മൾ ഓൾറെഡി അതിൽ കൊടുത്തിക്കണ്. നമുക്ക് വേറെ ഒന്നും എഴുതാനോ പറയാനോ ഒന്നുമില്ല. നമ്മള് ചാമ്പ്യൻസ് ആണ് ഇപ്രാവശ്യം. 2026 ചാമ്പ്യൻസ് നമ്മളാണ്. അല്ല, ഫാൻസ് ഉണ്ട്, അതിന് ഫാൻസ് ഉണ്ട്. പോർച്ചുഗലിന് ഒരാളെ കാണാനുള്ളല്ലോ. മൂപ്പരും പോർച്ചുഗൽ. ബാക്കിയുള്ള ആളുകൾ നിങ്ങൾ രാവിലെ വന്നിട്ട് നിങ്ങൾ വൈകുന്നേരം വരുന്നോ? കുറച്ചുകൂടെ ആവേശം കൂടും. തല നരച്ച ആൾക്കാർ എന്തായാലും പോർച്ചുഗലിൽ ഉണ്ടാവില്ല. കാരണം റൊണാൾഡോനെ കണ്ടിട്ടായിരിക്കും ഒരുവിധ ആളുകളൊക്കെ പോർച്ചുഗലിലേക്ക് വന്നിട്ടുണ്ടാവും. അപ്പൊ തല നരച്ച ആൾക്കാർ പോർച്ചുഗൽ ഫാൻ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഈ ആരാധകരുടെ കാര്യത്തിൽ വലിയ വ്യത്യാസങ്ങളും പറയുന്നുണ്ട്. തല നരച്ച ആൾക്കാരെ കുറിച്ചും യുവാക്കളായവരെ കുറിച്ചും ഒക്കെ സംസാരിക്കും. വലിയ ആവേശത്തിലാണ് എല്ലാവരും എന്ന് മനസ്സിലാവുന്നു. അഞ്ജന സുകുമാരനാണ് കോഴിക്കോട് നൈനാൻ വളപ്പിൽ നിന്നും വിശദ വിവരങ്ങളുമായി ചേർന്നത്, ഫുട്ബോൾ ആവേശവുമായി ചേർന്നത്.